നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ കുടുംബത്തിന് എങ്ങനെയാണോ കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുന്നത്, എന്നാൽ നിങ്ങൾ ഇല്ലാത്തൊരു സമയത്ത് നിങ്ങളുടെ കുടുംബം എങ്ങനെയായിരിക്കും എന്നത് നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. എനിക്ക് എന്തെങ്കിലും സ്വപ്നം ഉണ്ട്, ഞാനത് നേടിയെടുക്കും. എത്ര സമയം കൊണ്ട്, എത്ര കാലം കൊണ്ട്, എന്തായിരുന്നു നിങ്ങളുടെ സ്വപ്നം? അതിന്റെ ഒരു ഉറച്ച തീരുമാനം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ പലരോടും സംസാരിച്ചു, പക്ഷെ എനിക്ക് സേഫ്സ് ഒന്നും കയറുന്നില്ലല്ലോ, ഇങ്ങനെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന അഭിപ്രായം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതേ അഭിപ്രായം എനിക്കും ഉണ്ടായിരുന്നു. നമ്മുടെ ഇൻകം പ്ലാൻ 2,10,000 എന്ന ആ ഒരു മാജിക്കൽ ഫിഗർ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള മാനസിക മൂടൊന്നും എനിക്കുണ്ടായിരുന്നില്ല. കാരണം മറ്റൊന്നല്ല, കേവലം ഫാർമസി മേഖലയിൽ ഒരു 30,000 രൂപ മാത്രം ശമ്പളം വാങ്ങുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ 30,000 അല്ല 50,000 കൂടുതൽ ക്യാഷ് ഒന്നും ഉൾക്കൊള്ളാൻ എന്റെ മനസ്സിൽ കഴിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബിസിനസ് വേണ്ടെന്ന് വെച്ചു. പക്ഷെ അദ്ദേഹത്തെ ഒഴിവാക്കാൻ യാതൊരു കാരണവും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു. ആ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരുന്നു. ബിസിനസ് സീരിയസ് ആയി ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഓരോ വർഷവും ഇവർ എന്റെ കൂടെ എടുത്തു വരികയും എന്നെ നിർബന്ധിക്കുകയും ചെയ്തപ്പോഴും അപ്പോഴും ഞാൻ പറഞ്ഞു തൽക്കാലം താല്പര്യമില്ല, ഇത് ആലോചിക്കാം എന്ന് പറഞ്ഞു. പക്ഷെ 2019 ഓഗസ്റ്റ് മാസം ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള ഭവനേഷ് കൃഷ്ണ, എല്ലാവരുടെയും ഒരു എനർജറ്റിക് ലീഡറാണ്, അദ്ദേഹം കടയിൽ വന്ന് പറഞ്ഞ ഒരു കാര്യം എന്നെ വല്ലാണ്ട് സ്ട്രൈക്ക് ചെയ്തു. സാർ, ബിസിനസ് നന്നായി പോകുന്നുണ്ട്, നല്ല ടീം പ്രവർത്തിക്കുന്നുണ്ട്, സാറിന്റെ ടീമിൽ തന്നെ നല്ലൊരു നമ്പേഴ്സ് വന്നിട്ടുണ്ട്, വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വൺ സൈഡ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ 1,000 രൂപയെങ്കിലും വാങ്ങാം. ആ 1000 പോലെ നമ്മളെ പോലെ സാധാരണക്കാരെ ആൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിയ ഫിഗർ ആയിരുന്നു. കാരണം ഒരുപാട് ബാധ്യതകളുണ്ട്. ആ ബാധ്യതയിടയ്ക്ക് തന്നെ 1,000 രൂപ എക്സ്ട്രാ കിട്ടുവാണെങ്കിൽ നല്ലതാണ് എന്നൊരു പ്രതീക്ഷ എന്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് ബിസിനസ് സംസാരിച്ചു, വൈഫിനോട് സംസാരിച്ചു. വൈഫ് നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ അത് കൺവിൻസ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. കാരണം പ്രോഡക്റ്റ് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ്. ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തി കൂടി ആയതുകൊണ്ട് തന്നെ പ്രോഡക്റ്റ് യാതൊരു കുഴപ്പമില്ല. അത് മാത്രമല്ല, സാധാരണക്കാരുടെ അഭിപ്രായ പ്രകാരം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രി 2-3 വർഷം പോവും, അത് കഴിഞ്ഞാൽ ഡ്രോപ്പ് ആവും എന്നൊരവസ്ഥയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് പേടിയുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ടും ഈ ബിസിനസ് വളരെ സ്ട്രോങ് ആയി പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ചെയ്യാൻ താല്പര്യം തോന്നി. അവിടുന്ന് വളരെ പാർട്ട് ടൈമായി തുടങ്ങിയ ഈ ഒരു ബിസിനസ് സ്ട്രോങ് ആയി ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ചെറിയ കൊച്ചു ടീമുകളൊക്കെ വന്നപ്പോൾ, കാരണം എക്സ്പീരിയൻസ്ഡ് ആയ എനിക്ക് പോലും ഒരു സെയിൽസ് കിട്ടുക, നിങ്ങളൊക്കെ പിന്നെ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ വന്നു, ഞാൻ പലരോടും സംസാരിച്ചു, പക്ഷെ എനിക്ക് സെയിൽസ് ഒന്നും കയറുന്നില്ലല്ലോ, ഇങ്ങനെ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന അഭിപ്രായം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതേ അഭിപ്രായം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ലീഡറായിട്ട് പോലും എനിക്ക് ഒരു ടീമിനെ അല്ലെങ്കിൽ ഒരാളെ ഇതിലേക്ക് പരിചയപ്പെടുത്താൻ ഏകദേശം 3 മാസം വേണ്ടി വന്നു. കാരണം മേഖല ആയുർവേദ മേഖലയായിരുന്നു. കാരണം അവരൊക്കെ കാണുന്ന ഒരു അലോപ്പതി മേഖലയിൽ ജോലി ചെയ്യുന്ന ഈ വ്യക്തി എന്തുകൊണ്ട് ആയുർവേദം തെരഞ്ഞെടുത്തു, അല്ലെങ്കിൽ ആയുർവേദത്തിൽ ഇയാൾക്ക് എന്തറിയാം എന്ന ധാരണ സാധാരണക്കാരിൽ ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു പ്രോഡക്റ്റ് എടുപ്പിക്കാൻ പോലും എനിക്ക് 3 മാസം സമയം എടുത്തുകൊണ്ടാണ്. പക്ഷെ എന്നെക്കാട്ടിലൊക്കെ ഫോർവേഡാണ് നിങ്ങളൊക്കെ. കാരണം നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ സെയിൽസ് കയറുന്നുണ്ട്. അങ്ങനെ ഒരു നമ്മുടെ പ്രോഡക്റ്റിന്റെ, അതായത് കവചപ്രാശം എന്ന ഒരു പ്രോഡക്റ്റിന്റെ കവചപ്രാശം എൻ്റെ ഒരു സുഹൃത്തായ രമേശന്റെ വ്യക്തിക്ക് കൊടുത്തു. അവന്റെ കുട്ടിക്ക് വളരെ അലർജി കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ആ കൊടുത്തതിന് ശേഷം അദ്ദേഹം കഴിക്കാൻ തയ്യാറല്ല. വീണ്ടും 10 ദിവസങ്ങളോളം മാറി നിർബന്ധിച്ച ശേഷം അവൻ കഴിക്കാൻ തയ്യാറായി. ആ കുട്ടി കഴിച്ചപ്പോൾ ഏകദേശം ഒരു 15 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് റിസൾട്ട് കണ്ടു എന്നാണ് നമ്മളതിന്റെ ഏറ്റവും വലിയ പോസിബിലിറ്റി. ആ റിസൾട്ട് കണ്ടപ്പോൾ അതിനെ വിളിച്ചു പറഞ്ഞെങ്ങനെയുണ്ട്, സാറേ അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ, നമ്മുടെ അലർജിയൊക്കെ ഇപ്പൊ ക്ലിയർ ആയി തുടങ്ങുന്നുണ്ട്, അപ്പം പ്രശ്നങ്ങളൊന്നുമില്ല, അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചെയ്യാം എന്ന ചെറിയൊരു പോസിറ്റീവ് എനിക്ക് കിട്ടിയപ്പം അതെനിക്ക് വല്ലാത്തൊരു ഒരു ഉന്മേഷമായി മാറി. അങ്ങനെ ആ അദ്ദേഹത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം നല്ല ഒരു ടീം ഇപ്പം നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ 1000-ഓളം വരുന്ന നല്ലൊരു ടീമിനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിയുന്നുണ്ട്. അതിലുപരി എനിക്ക് എന്ത് കിട്ടി എന്നത് എന്റെ സന്തോഷകരമായ കാര്യമൊന്നുമല്ല, പക്ഷെ എന്റെ കൂടെ വന്ന നിരവധി പേർക്ക് ഒരുപടി വരുമാനങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ഒരു കാരണക്കാരനായി എന്നതാണ് എന്റെ ഏറ്റവും നേട്ടം. കാരണം നമ്മൾ ജോലി ചെയ്യുന്ന മേഖലയിൽ നമുക്ക് ഒരാൾക്കോ അല്ലെ 2 പേർക്കോ ജോലി കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു മേഖലയിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളിലേക്ക്, സാധാരണക്കാരായ കുടുംബങ്ങളിലേക്ക് നമുക്ക് വരുമാനം എത്തിക്കാൻ പറ്റും എന്നുള്ളത് ഏറ്റവും വലിയൊരു പോസിബിലിറ്റി തന്നെയാണ്. കാരണം നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ദൈവത്തിനോട്, എനിക്കും മറ്റുള്ളവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയണമെന്ന് പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും നമ്മുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാറില്ല. ഇപ്പം അയ്യൂസാറിന്റെ കാറ്റഗറി നോക്കുകയാണെങ്കിൽ, മുസ്ലിം കാറ്റഗറി നോക്കുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും പുണ്യമാസം റംസാൻ മാസമാണ്.
ഒരുപടി സക്കാത്തുകൾ കൊടുക്കുന്ന മാസമാണ് റംസാൻ മാസം. എന്നാൽ അത് എല്ലാവർക്കും അവർ കണ്ടിന്യൂസ് ആയി അവർക്ക് എല്ലാ മാസവും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായും, പക്ഷെ കഴിയാത്തത് അവരുടെ സാമ്പത്തിക സ്ഥിതി തന്നെയാണ്. എന്നാൽ ഇവിടെ നമുക്ക് ഓരോ ആഴ്ചകളും ആ കുടുംബങ്ങളിലേക്കൂടെ വരുമാനം എത്തിക്കാൻ കഴിയുന്നു എന്നത് ഏറ്റവും പുണ്യകർമ്മം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ബിസിനസ്സിൽ വന്നു. വളരെ ചെറിയ ചെറിയ കാൽവെപ്പുകളൊക്കെ വെച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ഒരു കാലത്ത് ഞാൻ 2 ഷോപ്പുകൾ വർക്ക് ചെയ്യായിരുന്നു. ഒന്ന് കാക്കൂർ OG മെഡിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ടും വരുമാനം അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെ പാർട്ട് ടൈം ആയിട്ട് മറ്റൊരു സ്ഥാപനത്തിൽ പാലത്ത് ഹെൽത്ത് ക്ലിനിക് എന്ന സ്ഥാപനത്തിൽ പാർട്ട് ടൈം ജോലിയും ഏറ്റെടുത്തു. അങ്ങനെ രാവിലെ എൻ്റെ റൊട്ടീൻ പ്രോസസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ രാവിലെ 8 മണിക്ക് കടയിൽ കയറും. കടയിൽ നിന്ന് ഒരു 10 മണിക്ക് ഞാൻ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു 3 മണി വരെ പാലത്ത് ഹെൽത്ത് ക്ലിനിക്കിൽ പാർട്ട് ടൈം ജോലി ചെയ്തു. അങ്ങനെ കിട്ടുന്ന വരുമാനം കൂടി അപ്പൊ എനിക്ക് ആശ്വാസം കൂടിയപ്പോൾ ഈ ബിസിനസ് കടന്നു വർക്ക് സമയം തികയാണ്ടുന്ന സമയത്ത് ഞാൻ ആ പാർട്ട് ടൈം ജോലിയെ പൂർണ്ണമായും മാറ്റി വെച്ചു. വെറും OG മെഡിക്കൽസിൽ മാത്രം ജോലി ചെയ്ത് അതിന്റെ കൂടെ കിട്ടുന്ന സമയങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു ലേഡീസ് വിങ് മാത്രമായിരുന്നു. കാരണം നമുക്കറിയാം, നമ്മളൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ പകലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ നമുക്ക് കൂടെ ഉണ്ടാവുന്നത് ലേഡീസ് ആയിരിക്കാം. കാരണം ജെൻസിൽ എപ്പോഴും രാത്രി കാലങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടാവുക. കാരണം അങ്ങനെ ഒരു സമയത്ത് ലേഡീസ് ടീം വന്നപ്പം ഞാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം, ഒരു ജെൻസിന്റെ ടീം ആവശ്യമുണ്ട്. അങ്ങനെ വർക്ക് നന്നായി പോകുന്ന സമയത്ത് 2021 ഫെബ്രുവരി മാസം 27-ാം തീയതി ഇത്രയും കാലം പഠിച്ചെടുത്ത, ഇത്രയും കാലം എക്സ്പീരിയൻസ് ഉള്ള എന്റെ മേഖല അലോപ്പതി മേഖലയെ പൂർണ്ണമായും മാറ്റിവെച്ചുകൊണ്ട് ഈ ബിസിനസിനെ നെഞ്ചോട് ചേർത്ത് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാനന്ന് ഉപയോഗിച്ചതിന്റെ എന്റെ നേട്ടങ്ങൾ നോക്കുകയാണെങ്കിൽ പണ്ട് ഞാൻ ഉപയോഗിച്ചത് സാധാരണ ബജാജിന്റെ XCD ബൈക്കായിരുന്നുവെങ്കിൽ അതിൽ നിന്നും മാറി 2ഓളം ബുള്ളറ്റുകളിലേക്കും സ്കൂട്ടറുകളിലേക്കും എല്ലാം കഴിഞ്ഞ ശേഷം കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് 11 ലക്ഷം രൂപയുടെ സുസുക്കിയുടെ സ്വിഫ്റ്റ് DXi എന്ന ഒരു വാഹനത്തിലാണ്. ബ്രാൻഡ് ന്യൂ കാറിലേക്ക് മാറാൻ കഴിയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ നമ്മുടേതായ മേഖലയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വതന്ത്രമായിട്ട് നമ്മുടെ ഒരു പെരുമാറാനോ അല്ലെങ്കിൽ സ്വതന്ത്രമായി നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനോ ഒരു ഹാപ്പിനെസ് ഉൾപ്പെടാൻ നമുക്ക് കഴിയാറുണ്ടോ? ഒരിക്കലും കഴിയാറില്ല. 37 വർഷത്തെ എന്റെ തൊഴിൽ ജീവിതത്തിൽ എനിക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല എന്നും മാത്രമല്ല എന്റെ സ്വാതന്ത്ര്യം പോലും എനിക്ക് നഷ്ടപ്പെടുന്നു. കാരണം എന്റെ തലച്ചോറ് ഞാൻ മറ്റുള്ളവർക്ക് പണയം വെക്കുക. ആ തിരിച്ചറിവാണ് എന്നെ ഇതിനെ ഒരു ഫുൾ ടൈമറാക്കി മാറ്റാൻ സാധിച്ചത്. കാരണം നമ്മളൊക്കെ എല്ലാ കാലങ്ങളും നമ്മൾ ജോലി ചെയ്യുന്നത് നമ്മുടെ തലച്ചോറിനെ മറ്റുള്ളവർക്ക് പണയം വെച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ എഫേർട്ടിനെ, നമ്മളെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നമ്മുടെ പ്രവർത്തനത്തെ നമ്മൾ വേറൊരാൾക്ക് പണയം വെച്ചുകൊണ്ട് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ലോകത്തിൽ ഞാൻ കണ്ടിടത്തോളം 2 തരം ആളുകളാണ്. ഒന്നാമത്തെ കാറ്റഗറി ആളുകൾ എന്ന് പറഞ്ഞാൽ സമയം വിറ്റ് ജീവിക്കുന്ന ആളുകളാണ്. കാരണം നമ്മളെല്ലാം തന്നെ സമയം വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ്. വലിയ വലിയ മുതലാളിമാർക്ക് വേണ്ടി നമ്മുടെ സമയവും നമ്മുടെ എഫേർട്ടുമാർക്ക് വേണ്ടി കൊടുത്തുകൊണ്ട് അവരിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമായി ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മളെല്ലാവരും. എന്നാൽ മറ്റൊരു മേഖല എന്ന് പറയുന്നത് സമയം വിലയ്ക്ക് വാങ്ങി ജീവിക്കുന്ന ആളുകളാണ്. മുകേഷ് അംബാനി പോലുള്ള, ഗോകുലം ഗോപാലേട്ടനെ പോലുള്ള, കൊച്ചോസ് ചിറ്റിലേപ്പള്ളി പോലുള്ള, യൂസഫ് അലി പോലുള്ള ആളുകളൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ മറ്റുള്ളവരെ സമയത്തെ അവർ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഗോകുലം ഗോപാലേട്ടനെ പോലുള്ള ഒരു വ്യക്തിക്ക് ഒരു അധ്യാപക ജീവനം അറിയില്ല എങ്കിൽ പോലും അയാൾ എക്സ്പീരിയൻസ് ആയ ടീച്ചേഴ്സിനെ വെച്ചുകൊണ്ട് കോളേജുകൾ നടത്തുന്നു, എക്സ്പീരിയൻസ് ആയ മാനേജേഴ്സിനെ വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യുന്നു. എന്നാൽ അവർ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ കഴിവിനെ അവർ കാണുന്നില്ലെങ്കിലും മറ്റുള്ളവരെ കഴിവിനെ അവർ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളും നമ്മുടെ കഴിവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാതെ മറ്റുള്ളവരുടെ കഴിവിനെ നമ്മൾക്ക് എത്തിക്കാൻ കഴിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മളൊക്കെ ഏത് കാലത്തും വാങ്ങുന്നവരായി ജീവിക്കുന്ന വ്യക്തികളാണ്, എന്നാൽ കൊടുക്കുന്നവരായി കഴിയാറില്ല. എപ്പോഴാണോ നിങ്ങൾ കൊടുക്കാൻ തീരുമാനിക്കുന്നത്, എപ്പോഴാണോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നത്, ആ സമയം മുതൽ നിങ്ങളുടെ വരുമാനം. ഇവിടെ നമ്മൾ നോക്കേണ്ട ഈ ബിസിനസ്സില് നമുക്ക് ശക്തമായി ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊരു ആത്മവിശ്വാസം വേണം, സെൽഫ് കോൺഫിഡൻസ് പറയും. ആ സെൽഫ് കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവണമെങ്കിൽ തന്നെ നമുക്ക് ഇതിൽ കുറച്ച് കാര്യങ്ങളായി ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് നമ്മളെ പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് ഒരു ഡീറ്റെയിൽസ് വേണം. പ്രോഡക്റ്റിനെ പറ്റി ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ എല്ലാ പ്രോഡക്റ്റിലും വൈഡായി പറയണമെന്ന് ഒരാഗ്രഹവുമില്ല. നിങ്ങൾക്ക് സെയിൽസ് എടുക്കാൻ പോകുന്ന വ്യക്തിയുടെ നിങ്ങൾ ഉപയോഗിച്ച പ്രോഡക്റ്റ് എത്ര ആയിക്കോട്ടെ, ആ പ്രോഡക്റ്റിനെ പറ്റി കോൺഫിഡന്റ് ആയി പറയാൻ നിങ്ങൾക്ക് എപ്പോഴാണോ കഴിയുന്നത്,
നിങ്ങൾ നമ്മൾ നീം സോപ്പ് ഉപയോഗിച്ച് നോക്കൂ, ചിലപ്പോൾ ഫംഗസ് ഒക്കെ മാറിക്കിട്ടും എന്നല്ലാണ്ട് ഞാൻ ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കണം, നിങ്ങൾക്ക് ശക്തമായ റിസൾട്ട് കിട്ടുമെന്ന് ആത്മാർത്ഥമായി പറയാനുള്ള കപ്പാസിറ്റി നമുക്ക് ഉണ്ടാവണം. ആ സമയങ്ങളെ നിങ്ങളുടെ ആ ഒരു കക്ഷി തിരിച്ചു വരും, അല്ലെ നിങ്ങളുടെ ഒരു പ്രോഡക്റ്റ് അവർ വാങ്ങാൻ തയ്യാറും. ആ ഒരു വിശ്വാസം അപ്പൊ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലുണ്ടാവുന്ന 100% വിശ്വാസം, ആ 100% തന്നെ മറ്റൊരു പാസ് ചെയ്യാൻ കഴിയണം എന്നാണ് ഞാൻ പറയാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോഡക്റ്റിനെ പറ്റി ഉണ്ടാവണം ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ പ്രോഡക്റ്റുകളെല്ലാം തന്നെ, കാരണം നിങ്ങൾക്ക് ഒരുവിധ അറിവുകൾ ഉണ്ടായിരിക്കാം, എന്നാൽ നിങ്ങൾ ആ പ്രോഡക്റ്റിനെ പറ്റില്ല എല്ലാ ഡീറ്റെയിൽസും മാർക്കറ്റിന് പറയേണ്ട ആവശ്യമില്ല. അവർക്ക് ഉപയോഗിച്ചാൽ അവർക്കുണ്ടാവുന്ന നേട്ടങ്ങളെ പറ്റി മാത്രം നിങ്ങൾ കോൺഫിഡന്റ് ആയി സംസാരിക്കൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? അതിനെപ്പറ്റില്ലേ ആളുകൾ നിങ്ങളോട് വരാൻ തയ്യാറാവും. അതല്ലാണ്ട് എനിക്ക് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്, സാറൊന്ന് ഉപയോഗിച്ച് നോക്കൂ എന്ന് നിങ്ങൾക്ക് വാക്കിനൊരു വിശ്വാസം വരുന്നില്ലെങ്കിൽ എന്താവില്ല, അവർക്ക് ഈ ബിസിനസ് നിങ്ങളോട് വരാൻ അവർ തയ്യാറാവില്ല. പിന്നെ നമ്മൾ പറയണത് എന്താ വെച്ചാൽ നമ്മുടെ പ്ലാൻ പ്രസന്റേഷൻ ആണ്. നിങ്ങൾ വേണ്ടത് നിങ്ങൾ മാത്രം ഈ ബിസിനസ് കൊണ്ടുപോകുക എന്നുള്ളതല്ല, നമ്മുടെ ഒരു ടീം ബിസിനസ് ആണ്. ആ ടീം ബിസിനസ് നിങ്ങളെ സ്റ്റെപ്പ് റൂൾ നിങ്ങൾ മെയിൻറ്റെയിൻ ആക്കും. അവിടെ നിങ്ങൾ നോക്കണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇടതും വലതും വരുന്ന വ്യക്തികൾ പ്ലാൻ പ്രോപ്പറായി പറയാൻ കപ്പാസിറ്റി ഉള്ള വ്യക്തിയാണോ എന്ന് നിങ്ങളാണ് ശ്രദ്ധിക്കണം. അവരതിനെ പഠിപ്പിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എത്താക്കാൻ പറ്റില്ല, ഒരു പോയി പ്ലാൻ പറയാൻ നമുക്ക് കഴിയില്ല. കാരണം നിങ്ങളുടെ ടീം വലുതാകുന്നതിനപ്പുറം നിങ്ങൾക്ക് താഴത്തോട്ട് ഇറങ്ങിച്ചെന്ന് പ്ലാൻ പറയാൻ പറ്റില്ല. എന്നാൽ നിങ്ങളെ കൂടെ നിങ്ങളെക്കാട്ടിലും കഴിവും കപ്പാസിറ്റിയുമുള്ള ഒരുപാട് ലീഡേഴ്സിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ടീം നിങ്ങളെ ഈ ബിസിനസ്സിലൂടെ ഡ്രൈവ് ചെയ്ത് കൊടുക്കും. എന്നിരുന്നാലും നിങ്ങൾ ഈ ബിസിനസ് മാറി നിൽക്കണം എന്നല്ല പറയുന്നത്. ഞാനൊരു ലീഡറായി അവിടെ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് മാറി നിൽക്കാം, ബാക്കിയെല്ലാം അവർ ചെയ്തോട്ടെ എന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത്. നിങ്ങളുടെ കൂടെ വന്ന നിങ്ങളുടെ അസോസിയേറ്റിനെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മക്കളെ പോലെ കരുതിക്കൊണ്ട് അവരെ കൂടെ നിന്ന് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാൻ കഴിയണം. എല്ലാവർക്കും ഒരേമാതിരി കപ്പാസിറ്റി അല്ല ഉള്ളത്. പലർക്ക് പ്രോഡക്റ്റ് പറയാൻ കപ്പാസിറ്റി ഉണ്ടായിരിക്കും, ചിലർക്ക് പ്ലാൻ പറയാനും കപ്പാസിറ്റി ഉണ്ടാവുക, ചിലർക്ക് ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഓരോരുത്തരുടെ കപ്പാസിറ്റികളും നമ്മൾ എന്താക്കണം, നമ്മളതായിട്ട് മുതലെടുക്കണം. നിങ്ങൾക്ക് ഈ കഴിവുകളൊന്നും ഇല്ലെങ്കിലും ഇവർക്ക് കഴിവുകൾ ഉണ്ടെങ്കിൽ ആ കഴിവുകൾ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മുടെ അസോസിയേറ്റിന്റെ കൂടെ നമ്മൾ എന്താണ് കൂടെ തന്നെ നിൽക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സ്, നിങ്ങളെ ലീഡേഴ്സ് ഒരുപക്ഷെ നിങ്ങളെക്കാട്ടും വിദ്യാഭ്യാസം കുറഞ്ഞവരായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ എത്ര കഴിവുകളില്ലാത്തവരായിരിക്കാം, പക്ഷെ നിങ്ങൾ അവരെ മാനിച്ചേ പറ്റുള്ളൂ. കാരണം ഈ ഒരു അവസരം, ഈ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നിങ്ങളെ കയ്യിലേക്ക് തന്നിരിക്കുന്നത് ആ ഒരു വ്യക്തിയാണ്. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അവന്റെ കഴിവോ അവന്റെ കുടുംബ പാരമ്പര്യമോ അല്ലെങ്കിൽ അവരുടെ പശ്ചാത്തലമോ ഒന്നുമല്ല. അവനാൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി എന്ന് നിങ്ങൾക്ക് ധാരണ ഉണ്ടെങ്കിൽ എന്നാൽ അവൻ നിങ്ങൾ ദൈവത്തെ പോലെ തന്നെ കരുതണം. പണ്ട് കാലത്ത് എനിക്ക് ധനുഷ്മാൻ എന്ന വ്യക്തി ശല്യം തന്നെയായിരുന്നു. കാരണം എപ്പോഴും എന്റെ വീട്ടിൽ വരികയും എന്നെ ശല്യം ചെയ്യും, എന്നെ ജോലി എനിക്ക് എടുക്കാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എനിക്ക് ശല്യം തന്നെയാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് അദ്ദേഹം എന്റെ ദൈവത്തിന് മുമ്പിൽ ഒരു പ്രതിപുരുഷനായി മാറിയിരിക്കുന്നു. കാരണം അദ്ദേഹം ഇന്ന് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാനിപ്പോഴും ആ മെഡിക്കൽ ഷോപ്പിന്റെ 4 മൂലയിരുന്ന് ജീവിതം ഉപയോഗിക്കുമായിരുന്നു. എന്നാൽ ഇപ്പം പുറത്തേക്ക് ഇറങ്ങി വരാനും മറ്റുള്ളവരെ സമ്പാദിക്കാനും മറ്റുള്ളവർ കൂട്ടുകെട്ടുണ്ടാക്കാനും അവർ ഒരുപാട് കണക്ഷൻസ് ഉണ്ടാക്കാനും പറ്റിയ ഈ ഒരു മേഖല കിട്ടിയത് അദ്ദേഹത്തിനോട് മാത്രമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിച്ചേ പറ്റുള്ളൂ. പിന്നെ അടുത്തൊരു വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ കോർഡിനേഷൻ കപ്പാസിറ്റിയാണ്. മനുഷ്യന്മാരെ എന്ന് പറയുന്ന പല ടൈപ്പ് ആളുകൾ, ഒരു കുടുംബത്തിൽ തന്നെ പല തരം ആളുകൾ ഉണ്ടായിരിക്കും. അവരെ മാനേജ് ചെയ്യാനുള്ളത് മാൻ പവർ, അതായത് മാൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത് വല്ലാത്തൊരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. കാരണം മറ്റുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാം ഇതാവാമെങ്കിൽ മനുഷ്യന്മാരെ നമുക്ക് എല്ലാം കൂടി കൂട്ടിണങ്ങി കൊണ്ടുവരാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. അതിനെ പഠിച്ചെടുക്കലാണ് നമ്മളെ അടുത്തൊരു വിഷയം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ എങ്ങനെ മാനേജ് ചെയ്യാം, അത് ചിലപ്പോൾ ഹാർഡായിരിക്കാം, ചിലപ്പോൾ സോഫ്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ കഴിവില്ലാത്തവനായിരിക്കാം, ചിലപ്പോൾ കഴിവ് കൂടിയവരായിരിക്കാം, ചിലപ്പോൾ നമ്മളെക്കാട്ടിലും ഒക്കെ ഓവറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നവരായിരിക്കാം. ഇവരൊക്കെ നമ്മൾ ഒരു കൊടക്കീഴിൽ കൊണ്ടുവരാനും അവരെ ഒരേ കൈകളിൽ കൂടെ കൊണ്ടു നടക്കാനും കഴിയുമ്പോഴാണ് അതിന് ശരിക്കും എത്താൻ കഴിയുന്നത്. നിങ്ങളൊരു ലീഡർ ആവാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളുടെ സ്റ്റെപ്പ്, ഒന്നാം സ്റ്റെപ്പ് നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞു, നിങ്ങൾ പ്രോഡക്റ്റിനെ പറ്റി ഡീറ്റെയിൽസ് ആയി പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ എന്താക്കും, പ്ലാൻ പറയാനുള്ള ഒരുപാട് ടീമിനെ നിങ്ങൾ. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ടീമിനെ മാനേജ് ചെയ്യാനുള്ളതാണ്. ഈ മാനേജ്മെന്റ് കപ്പാസിറ്റി ഇല്ലാത്തത്തോളം കാലം നിങ്ങളൊരു ലീഡർ ആണ് എന്ന് പറയാൻ പറ്റില്ല. നിങ്ങളൊരു ലീഡറായി അവരെ നിങ്ങൾ അംഗീകരിക്കണമെങ്കിൽ എല്ലാവരെയും നിങ്ങൾ എന്താക്കണം, അതേമാതിരി കാണാനും അവരെ ഒരേമാതിരി പെരുമാറാൻ കഴിയണം. ചിലപ്പോൾ നമ്മുടെ അസോസിയേറ്റിനോ ലീഡേഴ്സിനോ പല കുറ്റങ്ങളും ഉണ്ടായിരിക്കാം. ഒരിക്കൽ പോലും അവരെ കുറ്റങ്ങൾ അവരെ മുഖത്ത് നോക്കി സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ടീമിന് മുന്നിൽ സംസാരിക്കായിരിക്കും.
അവരെ കുറ്റങ്ങളെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് എല്ലാം കഴിഞ്ഞ ശേഷം അവരെ മാറ്റി വെച്ച് ചെയ്ത് ശരിയായില്ല, ഇങ്ങനെ ആയിരുന്നു ചെയ്യേണ്ടത്, ഇങ്ങനെ അല്ലായിരുന്നു എന്നൊരു ചോദ്യം നമ്മൾ ചോദിക്കുകയായിരുന്നെങ്കിൽ അവർക്ക് നിങ്ങൾ ഒരിക്കലും വിഷമം ഉണ്ടാവില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത് വെച്ചാൽ ആ ലീഡേഴ്സിനെ അവർ അസോസിയേറ്റിന്റെ കൂടെ എത്തിക്കൂടെ തന്നെ അവരെ നമ്മൾ എന്താക്കാറുണ്ട്, അവർ നമ്മൾ കുറ്റം പറയാറുണ്ട്. ഒരിക്കലും നമ്മൾ ചെയ്യരുത്. ആ അസോസിയേറ്റ് കാരണമാണ് നമ്മൾക്ക് ഇന്നുണ്ടായിരിക്കുന്ന ഈ ഒരു നേട്ടം ഉണ്ടായിരുന്നത്. അപ്പം അവരെ കുറവിനെ മാറ്റി വെച്ചുകൊണ്ട് അവരെ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ആളെ കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉണ്ടായിരിക്കാം, നിങ്ങളുടെ അസോസിയേറ്റിനെ പഠിപ്പിക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ആ കഴിവിനെ നിങ്ങളൊന്ന് പരിശ്രമിക്കുകയാണെങ്കിൽ, അത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ, അവരെ നിങ്ങളൊന്ന് അവരെ മറ്റുള്ളവർ മുമ്പിൽ ഒന്ന് ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ടീം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അതാണ് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. കാരണം ഇത് ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ബിസിനസ് അല്ല നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഒരു ടീം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സോടെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടായിരിക്കും. നമ്മൾ പലപ്പോഴും കണ്ടുവരാറുണ്ട് ഈ ബിസിനസ് മോട്ടിവേഷൻ ബിസിനസ് ആണ് പറയാറുണ്ട്. പക്ഷെ മോട്ടിവേഷൻ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലത്തേക്ക് മാത്രമേ ഉണ്ടാവൂ. ആ മോട്ടിവേഷൻ പിന്നീട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇൻകം നിർബന്ധമായിരിക്കണം. എല്ലാ ആഴ്ചകളും മുടങ്ങാതെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുമാനം വരുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ വേറെ ഒന്നും കഴിയും. മറ്റൊരു വ്യക്തിയും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയൂ. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കണം, നിങ്ങൾ ഫീൽഡ് ശക്തമായിട്ടുണ്ടായിരിക്കണം. ഇപ്പൊ നമ്മൾ പറയാറുണ്ട്, ഇപ്പൊ പലപ്പോഴും മനുഷ്യന്മാർക്കുള്ളത് ഏറ്റവും കൂടുതൽ എക്സ്ക്യൂസുകളാണ്. ആ എക്സ്ക്യൂസുകൾ നമ്മൾ പറയുന്ന സമയം നമ്മൾ പലപ്പോഴും പറയാറുള്ള കാര്യം എന്താ, സർ കാലാവസ്ഥ വളരെ മോശമാണ്, ഇപ്പൊ ഭയങ്കര വെയിലല്ലേ, ഇപ്പൊ എങ്ങനെ പുറത്തിറങ്ങും. സർ പ്രതികൂല കാലാവസ്ഥയെ അനുകൂലമാക്കുന്നവരാണ് എപ്പോഴും ഒരു ബിസിനസ്സുകാർ. അവന്റെ പ്രതികൂല കാലാവസ്ഥയെ നോക്കി സങ്കടപ്പെട്ടിരിക്കാറില്ല. അവൻ അവരുടെ പ്രതികൂല കാലാവസ്ഥയെ അനുകൂലമാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അവൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളൊക്കെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിങ്ങൾ രാത്രി വരെ നിങ്ങളുടെ ഫീൽഡ് ഉണ്ടാവുക എന്നതാണ്. നിങ്ങൾ ഫീൽഡ് ഉണ്ടെങ്കിലേ നിങ്ങളുടെ അസോസിയേറ്റ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളൊരു 10 പ്രാവശ്യം നിങ്ങൾ ഫീൽഡിൽ പോയി പിന്നെ അസോസിയേറ്റിന് പറയുകയാണെങ്കിൽ അവരും അത്ര പോലും ചെയ്യില്ല. അപ്പൊ നിങ്ങൾ അവരെ കാണിച്ചിടണം. നിങ്ങളെ എന്ത് പ്രാക്ടിക്കലായി നിങ്ങൾ അവരെ കാണിക്കണം, എന്താണ് ബിസിനസ്, ഹൗ ടു ഡു ദ ബിസിനസ് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് അവരെ, അതല്ലെങ്കിൽ അവരും മടിയന്മാരാവും, അവസാനം ബിസിനസ് ലാഗ് ചെയ്തുകൊണ്ട് പോകും, അവസാനം നമുക്ക് പോലും വരുമാനം കിട്ടാതെ നമ്മൾ നോക്കിയിരിക്കേണ്ട അവസ്ഥയിൽ വരും. നിങ്ങളുടെ അസോസിയേറ്റ് വരുമാനം തന്നോ ഇല്ലയോ എന്നും നിങ്ങളുടെ വിഷയങ്ങളല്ല. നിങ്ങൾക്ക് വേണ്ടി എന്തുണ്ടാക്കിയെന്നത് നിങ്ങളുടെ വിഷയമാണ്. അസോസിയേറ്റ് സാർ അസോസിയേറ്റ് എല്ലാം വളരെ മോശമാണ് സാർ, ആരും പണിയെടുക്കുന്നില്ല, ആർക്കും പറ്റുന്നില്ല, എല്ലാവർക്കും തിരക്കാണ് സാർ എന്നതല്ല നിങ്ങളുടെ വിഷയം. നിങ്ങളെ ആഴ്ച വരുമാനം മുടങ്ങാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടായിരിക്കണം നോക്കിയിട്ട്, അല്ലാതെ അസോസിയേറ്റ് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. ആ അസോസിയേറ്റിന് ചിലപ്പം ഈ ബിസിനസ് ഉൾക്കൊള്ളാൻ കഴിയാതായിരിക്കാം, ചിലപ്പം ഇതിന്റെ സാഹചര്യം അവർക്ക് മനസ്സിലാവാതിരിക്കാം, ചിലപ്പം ആ വ്യക്തികൾക്ക് നിങ്ങളോട് വരാൻ ചാൻസ് കുറവായിരിക്കാം. എന്നാലും അവർക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കാതെ, അല്ലെ അവരെ ഒഴിവാക്കരുത്. അതിലൊരിക്കലും നിങ്ങൾ അവരെ ഒഴിവാക്കല്ല വേണ്ടത്, അവരെ കൂടെ നിന്നുകൊണ്ട് അവർ ചെയ്തില്ലെങ്കിലും എന്റെ വരുമാനം എനിക്കാണ് എന്ന തീരുമാനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനെ വളരെ സീരിയസ് ആയി കൊണ്ടുപോകാൻ കഴിയും. ഒരിക്കൽ പോലും എനിക്ക് ഈ പ്രാവശ്യം എന്റെ അസോസിയേറ്റ് കൊണ്ടുവരട്ടെ എന്നിട്ട് ഞാൻ ആ വരുമാനം എടുക്കട്ടെ എന്നല്ല. കാരണം നിങ്ങൾക്ക് ഈ കിട്ടിയ ഒരു അവസരം ജീവിതകാലം മുഴുവനാണ്, ലൈഫ് ടൈം ആണ്. ലൈഫ് ടൈം അല്ല, എന്താണ് നോമിനേഷൻ പ്രസിഡന്റ് ഒരു കാര്യം കൂടിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് നിങ്ങളുടെ കുടുംബത്തിന് എങ്ങനെയാണോ കൊണ്ടുപോകാൻ കഴിഞ്ഞിരിക്കുന്നത്, എന്നാൽ നിങ്ങൾ ഇല്ലാത്തൊരു സമയത്ത് നിങ്ങളുടെ കുടുംബം എങ്ങനെയായിരിക്കും എന്നത് നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ലൈഫ് ബിസിനസിനെ നമ്മുടെ ഒരു ലൈഫ് ടൈം കെയർ ആക്കി എടുക്കണം. കാരണം അത്രമാത്രം നിങ്ങൾ സ്നേഹിക്കണം. നിങ്ങളുടെ മക്കളെ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ ഭാര്യയെ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളുടെ അച്ഛനന്മാരെ നിങ്ങളെ സ്നേഹിക്കുന്നു. അത്രമാതിരി തന്നെ അതിലൊരു പടി സ്റ്റെപ്പ് മുകളിലേക്ക് ആയിരിക്കണം നിങ്ങൾക്ക് ഈ ബിസിനസ്സിലുള്ള കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റ് ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ബിസിനസ്സിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യാന്ന് വെച്ചാൽ അതിനുള്ള കമ്മിറ്റ്മെന്റ് നിങ്ങൾ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യാം. കാരണം നിങ്ങളടുത്ത് കൂടുതൽ എക്സ്പീരിയൻസ് പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ വലിയ വലിയ ലീഡേഴ്സ് ആണ്. എന്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ അയൂബ് സാർ എന്നെക്കാളും വലിയ ലീഡറാണ്, അടുത്ത് NTC കവർ ചെയ്യാൻ പോകുന്ന ലീഡറാണ്. അപ്പം അവരെപ്പോലുള്ള ആളെടുത്ത് ഞാൻ എന്റെ എക്സ്പീരിയൻസ് വലിയ എക്സ്പീരിയൻസ് അല്ല, എന്നാലും എനിക്ക് ഇടുന്ന കുറെ അറിവുകൾ നിങ്ങൾക്ക് പാസ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫീൽഡിൽ പൂർണ്ണമായും നിങ്ങൾ ഉണ്ടാവണം. അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാന്നുള്ളത്. നമുക്ക് എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ഇത്ര പേരുകളുണ്ട്, എത്ര പേര് സാധാരണ ഒരു TC ലീഡർ ആണെങ്കിൽ എന്റെ ലെഫ്റ്റിലും റൈറ്റിലും എത്ര കോർഡിനേറ്റർ ഉണ്ട്, എത്ര സിൽവർ ഉണ്ട്, എത്ര സ്റ്റാർ ഉണ്ട്, എത്ര സിൽവർ ഉണ്ട്, എത്ര ബ്രോൺസ് ഉണ്ട് എന്ന് നിങ്ങൾ പഠിക്കണം. ആ ടീമിനെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരിക്കലും സ്റ്റെപ്പ് റൂൾ മറന്നുകൊണ്ട് നിങ്ങൾ ബിസിനസ് അന്നത്തെ അന്നത്തിന് വേണ്ടി ഓടരുത് എന്നർത്ഥം.
നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂടെ വന്ന നിങ്ങളുടെ കോർഡിനേറ്റർ ആണെങ്കിലും നിങ്ങളുടെ സ്റ്റാർ ആണെങ്കിലും നിങ്ങളുടെ റൂബി ആണെങ്കിലും അവർക്ക് എല്ലാവർക്കും തന്നെ അവരെ വരുമാനം ഉറപ്പാക്കി കൊടുത്താൽ ഒരിക്കൽ പോലും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരിക്കൽ പോലും ആ വ്യക്തി നിങ്ങളെ വിട്ടു പോവില്ല. ഇപ്പൊ പല വ്യക്തികളും കൊഴിഞ്ഞു പോകാൻ താഴ്ചെങ്കിൽ പല കാരണം കൊണ്ട് കൊഴിഞ്ഞു പോവാം. ചിലർക്ക് ഈ ബിസിനസ് ഉൾക്കൊള്ളാത്തതുകൊണ്ടായിരിക്കാം, ചിലർക്ക് വരുമാനം കിട്ടാത്തതുകൊണ്ടായിരിക്കാം, ചിലർക്ക് ലീഡേഴ്സിനുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം, ചിലർക്ക് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കിട്ടാത്തതുകൊണ്ടായിരിക്കാം. ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ഇതെല്ലാം കൊടുക്കാൻ നമുക്കൊരു ശക്തമായ ടീമുകളുണ്ട്. AIG എന്നൊരു വലിയ ടീമിന്റെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഒരു എന്താ പറയാ അനിൽ സാറിന്റെ GCA എന്ന ഒരു വലിയ ഗ്രൂപ്പിന്റെ കീഴിലാണ് നമ്മൾ വർക്ക് ചെയ്തത്. നമുക്ക് വേണ്ട വെള്ളവും വളവും തരാൻ അവർ തയ്യാറാണ്. ആ കാര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താമെന്നൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോ എല്ലാവരും തന്നെ ജോലിക്കാരാണ്. നമ്മൾ എത്ര വർഷം നമ്മൾ ഒരു ജോലി കിട്ടാൻ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ഒരു 10ാം ക്ലാസ് വരെ പഠിക്കാൻ നമ്മൾ 10 വർഷം നമ്മൾ വിദ്യാഭ്യാസം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രിയോ കഴിഞ്ഞിരിക്കാം. 10, 15, 17 വർഷം കഴിഞ്ഞാലും നമുക്ക് ഇത് കിട്ടില്ല, നമുക്കൊരു സ്കില്ല് കിട്ടില്ല. ആ ഒരു സ്കിൽ കോഴ്സ് വേറെ നമ്മൾ നടത്തണം. അത് കഴിഞ്ഞ് വന്ന് നമ്മുടെ ജോലി കയറുന്ന സമയത്തായിരിക്കും നമുക്ക് വരുമാനം കിട്ടാം. എന്നാൽ ജോലി ചെയ്താൽ മാത്രം മതിയോ? ഒരിക്കലും ജോലി ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ എഫേർട്ട് അവിടെ ഉണ്ടാവണം. ഞാൻ ഒരു ജോലിക്കാരൻ പറഞ്ഞ ആ സ്ഥാപനത്തിൽ കയറി ഇരുന്നുകൊണ്ട് നമുക്ക് യാതൊരു വരുമാനം കിട്ടില്ല. നമ്മുടെ ജോലി എന്താണോ അത് കൃത്യമായി ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുന്നില്ല, ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല. ഇവിടെ നിങ്ങൾ വന്ന് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാക്കി നിങ്ങൾ ആ മേഖലയിൽ നിങ്ങൾ തെളിയാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ ഇന്നേ വരെ നിങ്ങളുടെ ഉള്ളിലേക്ക് കിട്ടാത്ത വരുമാനം, നിങ്ങൾ ഇത്രയും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ വരുമാനങ്ങൾ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പം IAS ഓഫീസറെക്കാട്ടും വലിയ പൊസിഷനാണ് നമ്മുടേത്. കാരണം IAS ഓഫീസറെ കിട്ടാവുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു മാസം 2 ലക്ഷം, 2.5 ലക്ഷം, 3 ലക്ഷം രൂപ. എന്റെ ജ്യേഷ്ഠന്റെ മകൻ ഇപ്പൊ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് IFS. അവനോട് ഞാൻ ചോദിച്ചു, മോനെ ഒരു കളക്ടറായി കഴിഞ്ഞാൽ എത്ര രൂപ ശമ്പളം പ്രതീക്ഷിക്കാം? അപ്പൊ അവൻ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ചാൽ, ഇളച്ചാ ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ 10 80,000 രൂപ തൽക്കാലം കിട്ടും. എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ വരുമാനം കിട്ടാമെന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളൊന്ന് ആലോചിച്ചോക്കണം, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഈ ഒരു അവസരം 8,40,000 രൂപ നിങ്ങളുടെ കയ്യിലേക്ക് വരാനുള്ള ഒരു അവസരമാണെന്ന് ആലോചിക്കണം. കിട്ടുമെന്ന് നമ്മുടെ ലീഡേഴ്സ് തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അയ്യൂബ് സാർ പോലും തെളിയിച്ച കാര്യമല്ലേ? അപ്പൊ നമുക്കറിയില്ലേ സാർ നമുക്ക് ഈ വരുമാനം കിട്ടുന്നുള്ളത്? എന്തുകൊണ്ട് നമ്മുടെ ടീമിന് അത് കോൺഫിഡൻസ് നമുക്ക് പാസ് ചെയ്യാൻ കഴിയുന്നില്ല? ഈ 8 ലക്ഷം വരുമാനം കിട്ടുന്നത് നമ്മൾ വിൽക്കുന്ന സോപ്പും പേസ്റ്റും ആണോ? എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മുടെ സ്കോപ്പും ഫ്യൂച്ചറും ആണ് വിൽക്കുന്നത്. നിങ്ങളുടെ ഭാവിയാണ് നമ്മൾ വിറ്റുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ഭാവിയാണ് നമ്മൾ സുരക്ഷിതമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി അല്ലേ സാർ നമ്മുടെ കയ്യിൽ എത്തിയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ തിരിച്ചറിയാൻ ഇത്രയും കഴിവ്? കാരണം ഒരു സാധാരണ സെയിൽസ്മാന്റെ ജോലിയോ ഒരു ഫാർമസിസ്റ്റിന്റെ ജോലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗവൺമെന്റ് ജോലിയോ ആണെങ്കിൽ പോലും നിങ്ങൾ ആ ജോലിക്ക് വേണ്ടി 8, 9, 8, 10 മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ പരിധികൾ എന്തായിരിക്കാം? എന്നാൽ ഇവിടെ നിങ്ങൾ 5, 8 അല്ല 5, 6 മണിക്കൂർ നിങ്ങളുടെ തയ്യാറാവുകയാണെങ്കിൽ, ജോലി ചെയ്യാൻ തയ്യാറാണെങ്കിൽ, അതും വേണ്ട സാർ, വെറും ഒരു 4, 5 വർഷം നിങ്ങൾ ഇത് ആക്റ്റീവ് വർക്ക് ചെയ്താൽ മതി. ഇവിടെ നിങ്ങൾ ജീവിതകാലം നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യം കമ്പനിയോട് പറഞ്ഞിട്ടില്ല. 4, 5 വർഷം നിങ്ങളുടെ ടീമിന് വേണ്ടി ഒന്ന് കഷ്ടപ്പെടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ 5 വർഷം മതി നിങ്ങളുടെ തലവരെ മാറ്റി പറയാൻ. നിങ്ങൾ പറയാറുണ്ട്, ബെല്ലിസാർ എന്ന വ്യക്തി ഇപ്പം അദ്ദേഹത്തിന്റെ വരുമാനം നോക്കുമ്പോൾ ഏകദേശം ഒരു മാസം 18 ലക്ഷത്തിന് മേലെ, ഇപ്പം ഏകദേശം 3 കോടി 4 കോടിക്ക് മേലെ വരുമാനം ഉണ്ടായി കഴിഞ്ഞു. നിങ്ങൾ 4 വർഷം നോക്കണം, നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ജോലി ചെയ്താൽ 1 കോടിക്ക് മേലെ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. എന്നാൽ കഴിഞ്ഞ ഒരു 4, 5 അല്ലെങ്കിൽ 3, 4 വർഷം കൊണ്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കെട്ടിരിക്കുന്നത് ഏകദേശം 3 കോടിക്ക് മേലെയാണ്. ഇത്രയധികം വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു മേഖല നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടും സർ എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? സർ, അറിവല്ല പ്രധാനം, തിരിച്ചറിവാണ് പ്രധാനം. ആ തിരിച്ചറിവ് നിങ്ങളുടെ കയ്യിൽ എന്ന് വരുന്നുണ്ടോ അന്ന് മുതൽക്ക് നിങ്ങളുടെ ജീവിതത്തിനൊക്കെ ഉയർച്ച ഉണ്ടാവും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന ഈ ഒരു മേഖല നമ്മുടെ എംപം പോലെ തന്നെയാണ്, കയറും ഇറങ്ങും. അത് സ്റ്റേബിൾ ആയി പോകണമെങ്കിൽ ദാറ്റ് മേ ടേക്ക് സം ടൈം. 5 വർഷം മിനിമം എടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അത് സ്റ്റേബിൾ ആയി പോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ കുറച്ചു കാലം മുന്നോട്ട് പോകും, നമ്മളെ കുറെ ടീം ഡെവലപ്പ് പിന്നോട്ട് വലിയ സമയത്ത് നമ്മുടെ ബിസിനസ് പിന്നോട്ട് പോകും, വീണ്ടും നമ്മൾ എന്താവുന്നു, സ്ട്രോങ് ആയി മുന്നോട്ട് പോകുന്നു. പിന്നീട് ഒരു പോക്കുണ്ട് സാർ, അത് വല്ലാത്തൊരു പോക്ക് തന്നെയാണ്. ആ പോക്കിലേക്ക് നിങ്ങൾ എത്തണമെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ കഴിവിനെയും സമയത്തിനെയും നിങ്ങളുടെ ഈ മേഖലയിൽ ശരിക്കും നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യാൻ തയ്യാറാവണം. ആ കഴിവും സമയവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഏറ്റെടുക്കുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റൂ. 2,10,000 ചെറിയൊരു എമൗണ്ട് അല്ല, ഒരു മാസം 8 ലക്ഷം ഒന്നും ചെറിയൊരു എമൗണ്ട് അല്ല. ഇന്ന് എത്ര വലിയ ജോലി എടുത്താലും അദ്ദേഹത്തിന് കിട്ടാവുന്ന വരുമാനം മാക്സിമം 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം ആയിരിക്കാം.
എന്നാൽ നമുക്ക് 8 ലക്ഷം വരുമാനം കിട്ടുമെന്ന് 100% ഉറപ്പുള്ള ഈ ഒരു മേഖലയിൽ എന്തുകൊണ്ട് സർ നമ്മളാരും നമ്മുടെ എഫേർട്ട് എടുക്കുന്നില്ല? ആ എഫേർട്ട് എടുക്കാനുള്ള ഒരു ശക്തമായ തീരുമാനം നിങ്ങൾ ഇന്നു മുതൽ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അതിനുവേണ്ടി തയ്യാറെടുപ്പ് എടുക്കുന്നതിന് വേണ്ടിയായിരിക്കും ഈ രാവിലെ നിങ്ങൾ ഈ സൂം മീറ്റിംഗ് എടുക്കുന്നത്. രാവിലത്തെ സൂം മീറ്റിംഗ് ഏറ്റവും പവർഫുൾ ആയിരിക്കും. കാരണം നമുക്ക് എന്താണോ അറിവ് കിട്ടുന്നത് ആ അറിവ് നിങ്ങളെ തലച്ചോറിനെ ശരിക്കും ബാധിക്കും. ആ രാവിലെ കിട്ടുന്ന എന്ത് അഭിപ്രായങ്ങളാണോ എന്ത് ഭാഷകളാണോ അതെല്ലാം നമ്മുടെ തലച്ചോറിൽ വെച്ച് നമുക്ക്. അപ്പം പണ്ട് നമുക്ക് ഓഫ്ലൈനുള്ള സമയത്തായിരുന്നു നമുക്ക് ഓഫ്ലൈൻ ഇല്ലാത്ത സമയത്ത് നമ്മൾ ഈ ഓൺലൈൻ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഓഫ്ലൈൻ ഉണ്ടായിട്ട് പോലും നമ്മൾ ഓൺലൈൻ എന്തുകൊണ്ട് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ബിസിനസ് ഏറ്റവും വലിയ മോട്ടീവ്. ഇത് നമുക്ക് സംഘടിപ്പിക്കാൻ നിങ്ങൾ എല്ലാവരുടെ അടുത്ത് എഫേർട്ട് വളരെ ഇതാണ്. ഇനി ഞാനിവിടെ പറയാൻ പോകുന്ന മറ്റേ നമ്മുടെ ലെവൽ ഓഫ് സ്പ്രെഡിങ് ആണ്, സോറി ലെവൽ ഓഫ് തിങ്കിങ് ആണ്. നമ്മൾ ആലോചിക്കുക എന്തുകൊണ്ട് നമ്മുടെ ബിസിനസിന്റെ അകത്ത് നമുക്ക് വരുമാനം കൂടുന്നില്ല? കാരണം നമ്മൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് നമ്മൾ ജോലിക്കാരാണെന്നും ആ ജോലിയുടെ വരുമാനം എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങളെ വർദ്ധിപ്പിക്കാൻ കഴിയാറില്ല, ഉണ്ടോ? നമ്മളാരും നമ്മുടെ സ്വപ്നങ്ങളെ പറ്റി ചിന്തിക്കാറേ ഇല്ല. കാരണം നമുക്കത് സ്വപ്നം കിട്ടുന്ന വരുമാനം കൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നു, അതിലുപരി ജീവിക്കാൻ കഴിയില്ല, പിന്നെ നമ്മൾ സ്വപ്നം കണ്ടത് കാര്യം. മനുഷ്യരെല്ലാവരും നല്ല സ്വപ്നം ജീവി തന്നെയാണ്, അവർക്ക് സ്വപ്നങ്ങളുടെ കഴിവുണ്ട്. ആ സ്വപ്നങ്ങളുടെ കഴിവ് നമുക്ക് പുറത്താൻ കഴിയാത്തതുകൊണ്ടാണ് നമുക്ക് ഒരു വരുമാനമില്ല, അല്ലെങ്കിൽ അത് നേടിയെടുക്കാനുള്ള കഴിവില്ല, അല്ലെങ്കിൽ നമുക്ക് നേടിയ സാഹചര്യം ഇല്ലാത്തതാണ്. എന്നാൽ ഈ ഒരു ബിസിനസിന്റെ അകത്ത് നമുക്ക് വേണ്ടത് നിങ്ങളുടെ സ്വപ്നങ്ങളെ വലുതാക്കുക എന്നുള്ളതാണ്. ഹൈ തിങ്കിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈ തിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബിസിനസ് നേടാൻ പറ്റൂ. കാരണം ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഞാൻ ഇപ്പൊ സഞ്ചരിക്കുന്ന ഒരു കാറിലാണ്. അന്ന് എനിക്ക് ഈ കാർ എന്ന 4 ഏക്കർ വാഹനം പോലും സ്വപ്നം കാണാൻ കഴിയില്ല. ഒരു പഴയ ബൈക്കിൽ ഓടിയിരുന്ന ഞാൻ ഇന്ന് 4 ഏക്കറിലേക്ക് മാറാൻ കഴിഞ്ഞിരിക്കുന്നത് എന്റെ സ്വപ്നങ്ങളെ വലുതാക്കിയപ്പോഴാണ്. അത് ഏകദേശം 4-5 മാസം കൊണ്ടാവില്ല, ചിലപ്പോൾ 2-3 വർഷം കൊണ്ടായിരിക്കാം. ആ സ്വപ്നങ്ങൾ കണ്ടുപഠനം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വപ്നങ്ങളെ മനസ്സിലാക്കണം, പഠിക്കാൻ. അങ്ങനെ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവരങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാക്കാൻ സമയത്ത് നിങ്ങളുടെ വരുമാനങ്ങൾ കൂടും. നിങ്ങൾക്ക് ഒരു മാസം ഒരു 10,000 രൂപ വേണമെങ്കിൽ നിങ്ങൾക്ക് 10,000 രൂപ കിട്ടും. അതല്ല, നിങ്ങൾക്ക് ഒരു മാസം 1 ലക്ഷം രൂപ വേണമെങ്കിൽ ആ 1 ലക്ഷം നിങ്ങൾ പ്രവർത്തിക്കണം. ഇവിടെ നിങ്ങൾക്ക് സ്വപ്നങ്ങൾ മാത്രം പോരാ, അതിനുള്ള എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാവും. നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ മനസ്സിലാക്കുന്ന സ്വപ്നം, ആ സ്വപ്നങ്ങൾ ഞാൻ ഇത്ര കാലം കൊണ്ട് നേടും. നിങ്ങൾ പറയാറുണ്ട് സ്വപ്നങ്ങൾ, ഡ്രീംസ് എന്ന് പറയുന്നത് എന്താണ്? സ്മാർട്ട് ആയിരിക്കണം. എന്താണ് സ്മാർട്ട്? അത് സ്പെസിഫിക് ആയിരിക്കണം, കൃത്യതയുള്ളതായിരിക്കണം നമ്മുടെ സ്വപ്നങ്ങൾ. എനിക്ക് നാളെ പോയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണമെന്നോ, അല്ലെങ്കിൽ നാളെ പോയിട്ട് എനിക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആവണമെന്നോ സാധിച്ചു തരില്ല. എനിക്ക് നേടാവുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? അത് സ്വപ്നങ്ങൾ സ്പെസിഫിക് ആയിരിക്കണം, അത് നേടിയിരിക്കും. രണ്ടാമത്താണ് മെഷറബിൾ ആയി അളക്കാൻ കഴിയുന്നതായിരിക്കണം നമ്മുടെ സ്വപ്നം. കാരണം നമ്മൾ ഇപ്പൊ ചെയ്യേണ്ടത് താൽക്കാലിക ഗോളുകൾ നമ്മൾ എഴുതി വെക്കണം. അടുത്ത് നേടാവുന്ന 2 മാസം കൊണ്ട് 3 മാസം കൊണ്ട് എന്ത് റാങ്ക് ഞാൻ നേടാൻ പറ്റും, അത് നമ്മൾ തയ്യാറാവണം. അല്ലാണ്ട് ഒരു വർഷത്തേക്കുള്ള പ്ലാൻ നമ്മളിപ്പോ തയ്യാറാക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും അടുത്തുള്ള പ്ലാനുകൾ നമ്മൾ നോക്കണം. എന്താണ് എനിക്ക് വേണ്ടത്? ചില മൊബൈൽ ഫോൺ ഇല്ലാത്ത ആളായിരിക്കാം. അതൊരു നല്ലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടാക്കാനുള്ള വരുമാനം ഞാൻ എങ്ങനെ ഉണ്ടാക്കണം, അതിൽ ഉണ്ടാക്കണം. അതൊരു ലാപ്ടോപ്പ് ഇല്ലാത്ത വ്യക്തി ആയിരിക്കാം, ആ ലാപ്ടോപ്പ് ഞാൻ എങ്ങനെ നേടണം, അത് ഉണ്ടായിരിക്കണം. അതല്ലെങ്കിൽ എനിക്കൊരു ബൈക്ക് നേടണം, ഇത് നമ്മൾ ഉണ്ടാക്കണം. നിങ്ങൾ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള മെഷറബിൾ ആയിട്ടുള്ള നിങ്ങൾ ഗോൾ ഉണ്ടായിക്കൊണ്ട് ആ ഗോളിനെ അച്ചീവ് ചെയ്യാനുള്ള എഫേർട്ട് നിങ്ങൾ എടുക്കാൻ തയ്യാറാവാം. ഗോൾ ഉണ്ടായതുകൊണ്ട് മാത്രം പോരാ, അത് അച്ചീവ് ചെയ്യാനുള്ള എഫേർട്ട് എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം. അത് നിങ്ങൾ ഫീൽഡിൽ തന്നെ കാണിക്കണം. മറ്റേ റിയലിസ്റ്റിക്, ആർ ഫോർ റിയലിസ്റ്റിക്. അപ്പം എസ് ഫോർ സ്പെസിഫിക്, എം ഫോർ മെഷറബിൾ, ആർ ഫോർ റിയലിസ്റ്റിക്. യാഥാർത്ഥ്യ ബോധമുള്ളതായിരിക്കും. നമ്മളെ സ്വപ്നങ്ങളെ നമുക്ക് യാഥാർത്ഥ്യമാക്കാം എന്ന് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആ യാഥാർത്ഥ്യമുള്ള ബോധങ്ങളെ ടൈം ബോണ്ടഡായിട്ട് സമയബദ്ധമായി നമുക്കത് ഏറ്റെടുക്കാൻ തയ്യാറാവണം. എനിക്ക് എന്തെങ്കിലും സ്വപ്നം ഉണ്ട്, ഞാനത് നേടിയെടുക്കും. എത്ര സമയം കൊണ്ട്, എത്ര കാലം കൊണ്ട്, എന്തായിരുന്നു നിങ്ങളുടെ സ്വപ്നം? അതിന്റെ ഒരു ഉറച്ച തീരുമാനം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ആ സമയത്തിനുള്ളിൽ നിങ്ങളുടെ ആ റാങ്ക് ആണെങ്കിൽ റാങ്ക്, അല്ലെങ്കിൽ ആ ഗോൾ എന്താണെങ്കിലും ആയിക്കോട്ടെ, ആ ഗോൾ നേടുമെന്ന ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. കാരണം എനിക്കിപ്പോ വ്യക്തമായിട്ട് ഓർമ്മയുണ്ട്. കാരണം പണ്ട് എനിക്ക് സ്വപ്നങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞാൻ ബിസിനസ്സിൽ കടന്നു വന്നു. ഞങ്ങളുടെ സുബീർ സാറിന്റെ ഒരു ഇതുണ്ടായിരുന്നു, ഒരു വെലോസിറ്റി സീസൺ 1 എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ടാഗോർ നടന്ന പ്രോഗ്രാം. ആ വെലോസിറ്റി സീസൺ 1 ഞാൻ ഉണ്ടായിരുന്നത് റൂബി എന്ന റാങ്കിലാണ്. എന്നാൽ അന്ന് എനിക്ക് കിട്ടിയ ഒരു അപമാനം എന്ന് ഞാൻ പറയും. ഞാൻ ഈ ബിസിനസ് ഇത്രയും ഉയരാനുള്ള കാരണം എനിക്ക് ലീഡേഴ്സിന് കിട്ടിയ അപമാനമുണ്ട്. കാരണം അവര് എന്നെ എന്താക്കി. അന്ന് ബെല്ലി സാർ സ്റ്റേജിലുണ്ട്, എന്നെ വ്യക്തമായിട്ട് അദ്ദേഹത്തിന് അറിയാം.
എന്റെ ഗ്രോത്ത് ഒക്കെ അദ്ദേഹത്തിന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പണ്ട് പിന്നെ പഴയ പേരൻ കമ്പനിയിൽ അന്ന് എനിക്ക് റൂബി റാങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് നേരിട്ട് തരാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. തിരിച്ച് താഴെ വന്ന സമയത്ത് അനീഷ് ബാബു സാറുണ്ട്, ഡൽഹി സാറുണ്ട്, ധനീഷ് മാധവൻ സാറുണ്ട്, എല്ലാം ഉണ്ട്. അന്ന് ധനീഷ് മാധവൻ സാർ എന്നെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്, സാർ ഇത് നമ്മുടെ പേരൻ കമ്പനിയിലെ പുലിയായിരുന്നു. അന്ന് ബെല്ല സാർ വാർത്ത അന്ന് പുലിയായിരുന്നു, ഇപ്പൊ വലിയായിട്ടാണ് കയറിയിരിക്കുന്നത്. ആ ഒരു അപമാനം എന്റെ മനസ്സിനെ വല്ലാണ്ട് വേദനിപ്പിച്ചു. പലർക്കും പല കാര്യം കൊണ്ടായിരിക്കാം ബിസിനസ്സിനെ സ്ട്രോങ് ആയി ചെയ്യുന്നത്. എനിക്കുണ്ടായിരുന്നത് വരുമാനമായിരുന്നില്ല ഞാൻ അന്ന് ആഗ്രഹിച്ചു. അന്ന് എനിക്ക് മനസ്സിനെ ഹേർട്ട് ചെയ്തിരിക്കുന്ന ആ ഒറ്റ പേടി. അവിടെ തുടങ്ങി മൂന്നാമത്തെ രണ്ടാമത്തെ വെലോസിറ്റി സീസൺ ആയപ്പോഴേക്കും എന്റെ ഞാൻ STS റാങ്കിലേക്ക് മാറ്റി. ആ ഒറ്റ വാശി കാരണം മെട്രോഡ് ബാങ്കിൽ ഞാൻ ഓവർകം ചെയ്യും. അവിടെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിനെ പോസിറ്റീവായി കാണണം, അതിനെ നേടിയെടുക്കാനുള്ള ആ വാശി, ഒടുങ്ങാത്തൊരു വാശി നിങ്ങൾ ഉണ്ടായിരിക്കണം. ബേണിംഗ് ഡിസയർ. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. ആട്ടെ പോട്ടെ, ബബിൾ സാറിന്റെ വാക്കുണ്ട്, ആട്ടെ പോട്ടെ എന്നുള്ളതല്ല, ഡു ഓർ ഡൈ. ചെയ്യുക അല്ലെ വിട്ടേക്കണം. നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റില്ല വിട്ടേക്കണം പറയരുത്. ഞാനും ഒരു കാലത്ത് മൈലേജ് ചെയ്തിരുന്നു എന്ന് പറയുന്നത്. ഞാൻ മൈലസിന്റെ ഭാഗമാണെന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയുന്നത് നിങ്ങൾ ആ ബിസിനസ് സ്ട്രോങ് ആയിട്ട് ചെയ്യണം. അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തണം, അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തണം. ഇനി നമുക്ക് പറയാറുള്ളത്, നമ്മളെ പറയാം ഓർഗനൈസേഷനിൽ വരേണ്ടത്, നമ്മളെല്ലാവരും തന്നെ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യം, നമുക്ക് പവർ ഉണ്ട്, ശക്തമായ പവർ ഉണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് പോയില്ല. ആൻഡ് ഇൻകം മാത്രം നോക്കിയാൽ പോരെ. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റും നിങ്ങൾ തന്നെയാണ്. ഇൻകം സൈഡിലേക്ക് നിങ്ങൾ 60% ഇത് കൊടുക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ എഫേർട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ പവറിലേക്ക് ഒരു 40 നിങ്ങൾ കൊടുക്കണം. കാരണം ഈ ബിസിനസ് എപ്പോഴും പറയാവുന്നതാണ്, ഏത് സമയത്തും ഈ ബിസിനസ് മാറി വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്നീട് നിങ്ങളെ പവർ മറയുന്ന സ്ഥലത്ത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവർ നിങ്ങളെ ബഹുമാനിക്കാൻ തയ്യാറാവില്ല, നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാവില്ല. അപ്പൊ നിങ്ങളുടെ ലെഫ്റ്റും റൈറ്റും നിങ്ങൾ ഒരേ മാർജിൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അവർക്ക് രണ്ടുപേർക്കുമുള്ള വളങ്ങളും വെള്ളങ്ങളും കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിരിക്കണം. അടുത്തവരാണ് ഔട്ട് സ്റ്റേഷൻ സ്പ്രെഡിങ്. നിങ്ങൾ ഇപ്പൊ നിങ്ങൾ പറയാറുണ്ട് കൂപമണ്ഡപം എന്ന് പറയാറുണ്ട്, വെള്ളത്തിലെ തവള. അത് നിൽക്കുന്നത് എപ്പോഴും വെള്ളത്തിന്റെ അകത്ത് മാത്രമായിരിക്കും. അതായത് പൂനൂരാണെങ്കിൽ പൂനൂർ മാത്രം ഒതുങ്ങി നിൽക്കും, എഗറൂരാണ് എഗറൂർ മാത്രം ഒതുക്കുന്നു, താമരശ്ശേരി മാത്രം ഒതുക്കുന്നു. ഇത് പാടില്ല. നിങ്ങളെ ബിസിനസ് ഇത് വേൾഡ് വൈഡ് ആണ്, ലോകം മുഴുവൻ ചെയ്യാനുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ടീമിലൂടെ അവരെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. അതാണ് ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയി വേണ്ട കാര്യം. കാരണം ഒരിക്കൽ പോലും നമ്മുടെ നാട്ടിൽ നമുക്ക് ബിസിനസ് ഉള്ളിൽ ചെയ്യാൻ കഴിയില്ല. അവിടുത്തെ ആളുകളല്ല മറ്റുള്ള പുറത്തുള്ള ആളുകളെ ലക്ഷ്യം. നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് നിങ്ങളുടെ ബിസിനസ് സ്പ്രെഡ് ചെയ്യാൻ പഠിക്കണം. അത് ഉദ്ദേശിച്ച് നിങ്ങൾ തുടങ്ങി അന്ന് തന്നെ നിങ്ങൾ പാലക്കാട് പോവാ, അല്ലെ മലപ്പുറം പോവാ, അല്ലെ കണ്ണൂർ പോയെന്നല്ല. നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് ആ ടീമിലൂടെ അവരെ കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ള സ്റ്റേറ്റുകളിലേക്കും മറ്റുള്ള ജില്ലകളിലേക്കും മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അവിടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾ ഓൾ ഓവർ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഓൾ ഓവർ വേൾഡിൽ നിങ്ങളെ ഒരു സർക്കിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. മറ്റു വലിയ വലിയ ബിസിനസ് പറയാറുണ്ട്, ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിരുന്ന അമേരിക്കയിലായിരുന്നെങ്കിൽ രാത്രി ഡിന്നർ കഴിക്കാൻ പോകുന്ന ഞാൻ UAE-ലേക്ക് വന്നു. അതുമാതിരി ആയിരിക്കണം നമ്മളും. ഇന്ന് നമ്മൾ ബിസിനസ് ചെയ്യുന്ന പൂനൂരാണെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ എവിടെയായിരിക്കണം? മലപ്പുറത്തായിരിക്കണം, അല്ലെ പാലക്കാടായിരിക്കണം, അല്ലെ കണ്ണൂരായിരിക്കണം. വൈകുന്നേരം നമ്മൾ എവിടെയായിരിക്കണം? കാസർഗോഡായിരിക്കണം, അല്ലെ മംഗലാപുരത്തായിരിക്കണം, അല്ലെ ബാംഗ്ലൂരായിരിക്കണം. അപ്പൊ നമ്മളെ ബിസിനസ് സ്പ്രെഡ് ആയെങ്കിൽ മാത്രം നമ്മുടെ ബിസിനസ്. ഒരിക്കലും നിങ്ങളുടെ നാട്ടിൽ മാത്രം നിന്നുകൊണ്ട് നിങ്ങളെ നാട്ടിലെ ബിസിനസ്സായി മാറ്റാൻ ശ്രമിക്കരുത്. നിങ്ങളെ ബിസിനസിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും പുറത്തേക്ക് കൊണ്ടുപോകാൻ തയ്യാറാവണം. അതിലൂടെ മാത്രമേ നമുക്ക് ഒരു വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ എല്ലാ ലീഡേഴ്സും ഇന്ന് അവരുടെ ബിസിനസ് ഡെവലപ്പ് മറ്റുള്ള സംസ്ഥാനങ്ങളിലാണ്. നോക്കുക, മോഹൻ സാർ ആണെങ്കിലും മുബിൻ സാർ ആണെങ്കിലും അല്ലെങ്കിൽ അതുപോലെ തന്നെ അശോകൻ സാറിന്റെ ടീമാണെങ്കിലും എല്ലാം പോകുന്ന പുറമേക്കാണ്. എന്നിട്ടും നമ്മൾ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ മാത്രം തടച്ചിരിക്കുന്നു? അവസരം ലോകമാണ്, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാമല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഈ നാട്ടിൽ തന്നെ ബിസിനസ് പോകണം? നിങ്ങൾ ഫ്രീ ആയി പറക്കേണ്ട ആളുകളാണ്. ഇയാൾ പറയുന്ന ഒരു വാക്ക് എപ്പോഴും ഞാൻ ഓർമ്മിക്കാറുണ്ട്, എന്താ കടൽക്കാക്കയെ പറ്റിയുള്ള ഒരു കഥ. നിങ്ങൾ അതൊന്ന് ആലോചിച്ച് നോക്കണം. ആ കടൽക്കാക്ക അവിടെ നിന്ന് വിട്ട് നാട്ടിൽ നിന്ന് വിട്ട് പുറത്തേക്ക് പോകാൻ തയ്യാറപ്പം നല്ല ഭക്ഷണം കിട്ടി, അവിടെ നല്ല സൗകര്യം കിട്ടിയ സമയത്ത് വീണ്ടും നാട്ടിൽ വന്ന് കാക്കളെ വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോകുന്നു. അതുമാതിരി നിങ്ങളുടെ നാട്ടിലുള്ള ആളുകൾ നിങ്ങളെ പുറത്തുപോയി വർക്ക് ചെയ്യാൻ തയ്യാറാക്കുക, അവർക്ക് വേണ്ടി വരുമാനം ഉണ്ടാക്കാൻ തയ്യാറെടുക്കുക, അതിനുള്ള എഫേർട്ടുകൾ എടുക്കാൻ വരിക. ഒരു ബിസിനസ്സുകാരന്റെ വരുമാനത്തിന് പരിധികളില്ല. കാരണം അവൻ എന്താക്കുന്നു? അവന്റെ ബിസിനസ് സ്പ്രെഡ് ചെയ്തുകൊണ്ട് പോകണം.
അങ്ങനെയാണെങ്കിൽ ഒന്ന് എഴുതുക, പെന്നും പെൻസിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ക് നോട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരു മന്ത്ലി നിങ്ങളുടെ ഇൻകം എത്രയായിരിക്കാം? അപ്പം ചിലപ്പം വീട്ടിലേക്ക് ലോൺ അടയ്ക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഹൗസ് ലോണുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ വരുമാനം ഒരു 10,000 രൂപ നിങ്ങൾ ഹൗസ് ലോണിലേക്ക് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അതേമാതിരി തന്നെ നിങ്ങൾ ഡ്രസ്സും അതുപോലെ ബാക്കിയുള്ള സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് അതിനു വേണ്ടി ഒരു കുടുംബത്തേക്ക് മിനിമം ഒരു 4,000 രൂപ മാസം വരുമാനം വേണ്ടി വരും. അതേമാതിരി തന്നെ നിങ്ങൾ മൊബൈൽ ബിൽ 2 പേരാണ് നിങ്ങളുടെ വീട്ടിലുള്ളത്, ആ 2 പേരുടെ മൊബൈൽ ബിൽ, ഒരാളുടെ മൊബൈൽ ബിൽ ഒരു 400 രൂപയാണെങ്കിൽ 2 പേർക്ക് കൂടി 800 രൂപ നിങ്ങൾക്ക് വേണ്ടി വരും. അതേമാതിരി നിങ്ങളുടെ ബൈക്കിന് EMI ഉണ്ടെങ്കിൽ ഒരു 2,500 3,000 നിങ്ങൾക്ക് ബൈക്കിന് EMI അടയ്ക്കാൻ നിങ്ങൾക്ക് വേണ്ടി വരും. അതേമാതിരി കാർ EMI ഉണ്ടെങ്കിൽ ഒരു 10,000 മുതൽ 15,000 വരെ നിങ്ങൾക്ക് EMI അടയ്ക്കും. കാരണം എനിക്കിപ്പോൾ 10,000 രൂപ EMI ഉണ്ട്, അടയ്ക്കണം. പെട്രോൾ ചാർജ് നമുക്കറിയാം, ഏറ്റവും ചുരുങ്ങിയത് മൈലേജ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരു 5,000 രൂപ നമുക്ക് പെട്രോൾ ചാർജ് ആവശ്യമുണ്ടായിരിക്കും. അതേമാതിരി തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അവരെ സ്കൂൾ ഫീസ്, ബസ് ചാർജ്, ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ മിനിമം ഒരു 2,000 രൂപ വേണ്ടേ. അതേമാതിരി നമ്മുടെ കുക്കിംഗ് ഗ്യാസിന് വില കുറഞ്ഞു എന്നിരുന്നാലും ഒരു 900 രൂപ വേണ്ടേ ഒരു കുറ്റി ഗ്യാസ് നടക്കുന്നത്. ചിലപ്പം ഒരു മാസം ഉപയോഗിക്കുന്നവരുണ്ടായിരിക്കാം, ചിലപ്പോൾ 2 മാസം ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. എങ്കിലും ആ പൈസ നിങ്ങൾ കണക്കണ്ടേ. പിന്നെ നിങ്ങൾക്ക് പേപ്പർ വാങ്ങുന്ന വ്യക്തികളാണെങ്കിൽ ഒരു മാസം പേപ്പർ നിങ്ങൾക്ക് 90 രൂപ വേണ്ടേ. അതുപോലെ സ്റ്റേഷനറി ഐറ്റംസ് ആണെങ്കിൽ ഒരു 4,000 രൂപ സാധനങ്ങൾ നിങ്ങൾക്ക് ഒരു മാസം വേണ്ടി വരില്ലേ. അതേമാതിരി പാല് അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു പാക്കറ്റ് പാലിന് 28 രൂപ കൊടുക്കണമെങ്കിൽ ഒരു മാസത്തേക്ക് 30 പാക്കറ്റ് പാല് വേണം, 840 രൂപ അതിന് വേണ്ടേ. കറണ്ട് ബില്ല്, ഇപ്പം ചൂട് കാലമാണ്, AC ഉള്ള ആൾക്കാരൊക്കെ തന്നെ മിക്കവാറും AC യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. AC യൂസ് എന്ന് പറയാൻ 2,500 3,000 മിക്കവാറും ചാൻസ് ഉണ്ട്, കാരണം എനിക്ക് വരാറുള്ളതാണ്. അല്ലാത്തവരാണെങ്കിൽ മിനിമം ഒരു 1,000 രൂപ വരില്ലേ. അതുപോലെ പച്ചക്കറി വാങ്ങിക്കാൻ വേണ്ടി ഒരു മാസം ഒരു 1,500 രൂപ ചെലവ് വരുന്നില്ലേ. അതുമാതിരി ഹോസ്പിറ്റൽ എക്സ്പെൻസ്, ഒരിക്കൽ പോലും നമുക്ക് എന്താക്കാനുള്ള ഫൈനൽ ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റൽ എക്സ്പെൻസ്, അത് എപ്പോ വരുമെന്നോ അത് എത്ര ആവുമെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടം, കാരണം എല്ലാവരും ഹോസ്പിറ്റൽ ബിസിനസ് ആക്കി മാറ്റിയ ഒരു കാലഘട്ടത്തിൽ ഒരു നെഞ്ഞുവേദന വന്നാൽ പോലും അവിടെ ആൻജിയോഗ്രാം ചെയ്യാനും അല്ലെ ആൻജിയോഗ്രാഫി ചെയ്യാനും തയ്യാറെടുക്കുന്ന ഡോക്ടേഴ്സ് എത്രയായിരിക്കും എക്സ്പെൻസ്? മിനിമം ഒരു 2,500 മാറ്റി വെച്ചേക്കൂ. ദെൻ അതുപോലെ ഫങ്ഷൻസ്, കല്യാണങ്ങളും സൽക്കാരങ്ങളൊക്കെ പോകാനായിട്ട് നമുക്ക് കാശ് വേണ്ടേ. ദെൻ അതുപോലെ നമ്മുടെ എന്റർടൈൻമെന്റ്, സിനിമയ്ക്ക് പോകുന്ന ആൾക്കാരും അതുപോലെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരും അല്ലേ. ഇങ്ങനെ നോക്കുന്ന സമയത്ത് എന്റെ കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് ഒരു മാസം ജീവിക്കണമെങ്കിൽ, കഷ്ടപ്പാടില്ലാണ്ട് ജീവിക്കണമെങ്കിൽ 53,600 രൂപ വേണം. ശരിയാണോ തെറ്റാണോ? അവരുടെ മറുപടി ശരിയാണെന്ന് പറയുന്നു അല്ലെ. എന്നാൽ ഈ 53,600 രൂപ നിങ്ങൾക്ക് വരുമാനമില്ലെങ്കിൽ 53,600 രൂപ പോയിട്ട് 30,000 രൂപ വരുമാനമല്ലാത്ത ആൾക്കാരായിരിക്കും നമ്മളെല്ലാവരും പലരും അല്ലെ, നമ്മുടേതായ മേഖലയിൽ. ആ 30,000 വരുമാനമില്ലാത്തൊരു വ്യക്തി എന്താവുന്നു? അവന്റെ ബാക്കി 23,600 രൂപ കടത്തിലേക്ക് പോകുന്നു. മനുഷ്യൻ എന്ന ജീവി അവൻ കടത്തിൽ ജനിച്ച് കടത്തിൽ ജീവിച്ച് കടത്തിൽ മരിക്കാൻ വിധിക്കപ്പെട്ടവനാണ്. ആലോചിക്കണം, ആ വ്യക്തി ജനിക്കുന്ന കടത്തിലാണ്, ആ വ്യക്തി ജീവിച്ചുകൊണ്ടിരിക്കുന്ന കടത്തിലാണ്, ആ വ്യക്തി മരിക്കുന്നത് കടത്തിലാണ്. അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? കടത്തിൽ ജനിച്ച് സുഖത്തിൽ ജീവിച്ച് സുഖത്തിൽ മരിക്കാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പറ്റിയൊരു മേഖലയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ എന്ന ഈ ഒരു മേഖല. ഈ ഒരു മേഖല നിങ്ങൾക്ക് കൈ കിട്ടിയ ദൈവത്തിനും നിങ്ങളുടെ ലീഡേഴ്സിനും എല്ലാം വളരെ നന്ദി രേഖപ്പെടുത്തുക. എന്നാൽ ഇന്ന് ഇത്രയും സമയം എന്നെ ശ്രവിക്കാൻ നിങ്ങൾ തയ്യാറായ നിങ്ങളെ ഓരോ വ്യക്തികളോടും, ഇന്ന് എന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ച അയ്യൂബ് സാറിനും അവരെ വേണ്ടത് റുക്കിയ മേഡത്തിനും അതേമാതിരി തന്നെ എന്റെ സുഹൃത്തായ സുരേൻ സാറിനും എല്ലാം, അതുപോലെ തന്നെ ഇന്ന് എന്നെ ശ്രമിച്ച ഇത്രയും ആളുകൾക്കും ഒരു നല്ല ദിനം ആശംസിക്കട്ടെ എന്നും ഭാവിയിൽ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാപിച്ചുകൊണ്ട് എന്റെ കർത്തവ്യത്തിൽ വിടവാങ്ങുകയാണ്. ജയ് ഹിന്ദ്, ജയ് മലയാളം.